ശ്രീ പി ടി ആചാരി, എന്താണ് ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഭരണഘടനാ ഭേദഗതി ബിൽ തീർത്തും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വാദിക്കുകയാണ് പ്രതിപക്ഷം. ഒരു തരത്തിലും ഇത് പാസ്സാക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലപാടിലാണ് അവരുള്ളത്. തുടർച്ചയായി 2 തവണ സഭ നിർത്തിവെച്ചതിന് ശേഷം ഇനിയിപ്പോൾ 3 മണിക്ക് പുനരാരംഭിക്കുമ്പോഴും ഇത് തന്നെ തുടരാനാണ് സാധ്യത. എങ്ങനെയാണ് ഈ ബില്ലിന്റെ ഭാവിയെ താങ്കൾ കാണുന്നത്? ഇതിപ്പോ ഈ ഭരണഘടനാ ബില്ലായതുകൊണ്ട് ഇത് സഭയിൽ പാസ്സാകുകയില്ല. കാരണം അവർക്ക് ഈ 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസിഡന്റ് വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി ആണത്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ആ തരത്തിലുള്ളൊരു അംഗസംഖ്യ അവർക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഒന്നും പാസ്സാകുകയില്ല. അത് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബില്ലിന്റെ ഒരു സബ്സ്റ്റൻസിലേക്ക് പോയാൽ ഇത് വളരെ വിചിത്രമായ ഒരു ബില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രധാനമന്ത്രിയെ വെറുതെ വെച്ചിരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അത് ആർക്കൊന്നും തോന്നരുത്, അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാ. അല്ലെങ്കിൽ അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റുകളിലുള്ള മന്ത്രിമാരാണ്. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, നാച്ചുറലി ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റുകളിലുള്ള മുഖ്യമന്ത്രിമാരും ഒക്കെയാണ്. അത് നമ്മുടെ ഈ ലെജിസ്ലേച്ചറിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, അതായത് ഈ പൊളിറ്റിക്കൽ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലും കാര്യത്തിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഡീൽ ചെയ്യുന്ന ആ ഒരു രീതി അത് കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതായത് ഒരാള് ഇപ്പോ ഈ പൊളിറ്റിക്കൽ ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ MP അല്ലെങ്കിൽ MLA എന്നൊക്കെ പറയുന്ന ഇവര് കുറ്റക്കാരാണെന്ന് കോടതി തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുത്തുള്ളൂ. അതാണ് ലെജിസ്ലേച്ചറിന്റെ ഒരു പോളിസി. അതാണ് കാരണം. എന്താണെന്ന് ചോദിച്ചാൽ അവരെപ്പോഴും ഈ വെൻഡറ്റ പൊളിറ്റിക്സിന്റെ വിക്ടിംസ് ആയിരിക്കും, ആയാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ്, ആ ഒരു ഐഡിയ ഉള്ളത് കൊണ്ടാണ് ലെജിസ്ലേച്ചർ അങ്ങനെ ഒരു അപ്രോച്ച്, ഒരു സമീപനം എടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ ഇവരുടെ കാര്യത്തിൽ. അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗിൽറ്റി എന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ആകാവൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്, മിനിസ്റ്ററുടെ കാര്യത്തിലാണെങ്കിലും. പക്ഷെ അങ്ങനല്ല. ഇപ്പൊ അവരതിന് കടകവിരുദ്ധമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാള് പൊസിഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു മന്ത്രി എന്നുള്ള ആ പൊസിഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. 30 ദിവസം വരെ ഇരിക്കും. 31-ാം തീയതി അയാളുടെ പൊസിഷൻ നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് വളരെ വിചിത്രമായ വികലമായ ചില നിയമവ്യവസ്ഥകളാണ്. അതും പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും സാധാരണ എഴുതി ചേർക്കാറില്ല. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളുകൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ. അവരും ഇങ്ങനെ ഇതൊക്കെ ധാരാളം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് ദീർഘവീക്ഷണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് എഴുതി ചേർത്തില്ല. പക്ഷെ ഇവര് വളരെ വളരെ ഒരു എന്താണ്, വളരെ സങ്കുചിതമായ ഒരു പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് ഈ രീതിയിലുള്ള ഒരു പോലെ വിചിത്രവും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ ഒരു ബില്ലിലേക്ക് എങ്ങനെ ഈ ഘട്ടത്തിൽ വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നിപ്പോൾ KC വേണുഗോപാൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം അമിത്ഷായുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് കണ്ടു. നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഭീഷണിപ്പെടുത്താനുള്ള ബില്ലല്ലേ എന്ന്. അപ്പോൾ NDAക്കകത്ത് നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുവുമൊക്കെ സംസാരിച്ച് ഇവരുടെയൊക്കെ സമ്മതം നേടിയെടുത്തതിന് ശേഷം കൊണ്ടുവന്നൊരു ബില്ലായി താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതിപ്പം അവരുടെ സമ്മതം എടുത്താലും ഇവർക്ക് 3 ഭൂരിപക്ഷം ഇല്ലല്ലോ. അവരുടെ സമ്മതത്തിന് എന്ത് കാര്യം, എന്ത് പ്രസക്തിയാണ്? അവരിവരെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവരെന്നും അങ്ങനെയാണ്. ക്യാപ്റ്റീവ് സപ്പോർട്ടേഴ്സാണ് അവര്. അതുകൊണ്ട് അവരുടെ അനുമതി വഹിക്കുന്ന അല്ലെങ്കിൽ അവരെ വിശ്വാസം എടുക്കുന്ന പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയൊന്നും ഇവിടെ നടക്കാറില്ല. ഇവരൊരു ബില്ല് കൊണ്ടുവരും, അവർ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. അല്ലാതൊരു കൺസൾട്ടേഷനും കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നതായിട്ട് നമുക്കറിയത്തില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ലെന്നേ. ശരി ശരി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ കക്ഷി നിലനുസരിച്ച്, അംഗബലം അനുസരിച്ച് ഇങ്ങനെ ഒരു ബിൽ ലോക്സഭയിൽ ഇവർക്ക് കേന്ദ്ര സർക്കാരിനെ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല.
അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലും ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പോലും ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ എങ്ങനെ ഇങ്ങനെ ഒരു ബില്ലുമായി NDA സർക്കാർ മുന്നോട്ട് വന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. നന്ദി ശ്രീ PDT ആചാര്യ പ്രതികരിച്ചതിന്.